പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനാപൂർവം കുർബാന അനുഭവ ധ്യാനത്തിൻ്റെ 10ാം നാളിലേക്ക് പ്രവേശിക്കാം. ഇന്നലെ നമ്മൾ പ്രധാനമായിട്ടും ധ്യാനിച്ചത് കുർബാന എന്ന് പറയുന്നത് ഒരു ദൈവ കുടുംബ സംഗമമാണ്. നമ്മൾ സ്വർഗവാസികളോട് മുഴുവൻ ചേർന്ന് ശുദ്ധീകരണാത്മാക്കളോട് ചേർന്നാണ് ബലി അർപ്പിക്കുന്നത്. അത് കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്ന് ആണ്. ആ വിവാഹ വിരുന്ന് എന്ന ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ അങ്ങോട്ട് നിറയട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുർബാനയിൽ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു ആഘോഷം, ഒരു സ്വർഗീയ ആഘോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഈശോ വരൻ ആണ്, അല്ലെങ്കിൽ മണവാളൻ ആണ്. നമ്മൾ എല്ലാം ഈശോയുടെ ആത്മീയ മണവാട്ടികളാണ്. കാരണം എന്താണ്? നമ്മുടെ സഭാതനയിൽ സഭ ഈശോയുടെ മണവാട്ടി ആയതുകൊണ്ട് നമ്മൾ ഈശോയുടെ ആത്മീയ മണവാട്ടികളാണ്. അപ്പോൾ എന്താണ്, നിങ്ങൾ വിവാഹ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ കാണാറുണ്ട്, വിവാഹത്തിൻ്റെ അവസരത്തിൽ മണവാട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി തൻ്റെ വീട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ പരിചയപ്പെടുത്തും എന്ന് പറഞ്ഞതുപോലെ സത്യത്തിൽ ഓരോ കുർബാനയിലും ഈശോ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈശോ ഇങ്ങനെ പേര് വിളിച്ച് തന്നെ അവരുടെ ഭാവനയിൽ മഞ്ജു, സിനി, ഈ നിൽക്കുന്ന ചെറുപുഷ്പം അല്ലെങ്കിൽ കൊച്ചു ത്രേസ്യ സ്വർഗത്തിലെ താരമാണ്. ഇമ്മാനുവേലെ, എപ്രാസ്യാമ്മ നിൻ്റെ നാട്ടുകാരിയെ നീ അറിയില്ലേ? റോസ്ലി ടീച്ചറെ, ഏലിയ പ്രവാചകനെ കണ്ടിട്ടുണ്ടോ? ആ നിൽക്കുന്നത് ഏലിയ പ്രവാചകനാണ്. ഞാനിവിടുത്തെ ഒരു ആലങ്കാരികമായിട്ട് നിങ്ങളോട് പറഞ്ഞത് ഈ ഒരു സ്നേഹസംഗമം അല്ലെങ്കിൽ കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്ന് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഉള്ളിലേക്കൊരു അനുഭവമായിട്ട് നിറയണം. ഓരോ കുർബാന കഴിയുമ്പോഴും സ്വർഗരാജ്യത്തിലെ ഒരു നവജീവിതം നമുക്ക് കിട്ടുന്നുണ്ട്, ഓരോ കുർബാന കഴിയുമ്പോഴും. അതുകൊണ്ടാണ് നമ്മുടെ സിറോ മലബാർ സഭയിലെ കുർബാനയ്ക്കകത്ത് റൂഹാക്ഷണ പ്രാർത്ഥനയുടെ അവസരത്തിൽ അച്ഛൻ ചൊല്ലുന്നുണ്ട്, ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയിർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും. അപ്പോൾ ഓരോ കുർബാന കഴിയുമ്പോഴും ഒരു നവമായ ജീവിതം, ഒരു സ്നേഹസംഗമം, ഒരു സ്നേഹാനുഭവം നമുക്ക് കിട്ടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കഴിഞ്ഞ 10 ദിവസമായി കുർബാനയുടെ ചില അടിസ്ഥാന ബോധ്യങ്ങളൊക്കെ പങ്കുവെക്കുകയായിരുന്നു. ഞാനിനി കുറച്ചും കൂടി പ്രായോഗികതയിലേക്ക് കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് ഈശോ കുർബാന സ്ഥാപിച്ചത്? ഒരു 3-4 ചെറിയ ക്ലാസ്സുകൾ. ഒന്നാമത്തെ ഉത്തരം ഇതാണ്: നാം വഴിയിൽ തളർന്ന് വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഈശോ കുർബാന സ്ഥാപിച്ചത്. ഇത് മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിൽ ഈശോ രണ്ടാമത് അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം വിവരിക്കുമ്പോൾ സുവിശേഷകൻ ഇങ്ങനെയാണ് പറയുന്നത്. ഈശോ ശിഷ്യന്മാരെ വിളിച്ച് പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. മത്തായി 16:32. 3 ദിവസമായി അവർ എന്നോടുകൂടിയാണ്, അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല. വഴിയിൽ അവർ തളർന്നു വീഴാനിടയുള്ളതിനാൽ ആഹാരം നൽകാതെ അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. പ്രിയപ്പെട്ടവർ, ഇത് നമ്മൾ വായിക്കുമ്പോൾ ഈ ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു പ്രതീകമാണ്, പ്രതിരൂപങ്ങളാണെന്ന് ആത്മീയ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈശോ കുർബാനയെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ട് പറയുന്ന യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ദിവ്യകാരുണ്യ പ്രഭാഷണത്തിന് തൊട്ടു മുൻപ് അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം ചേർത്തിട്ടുണ്ട്. അതായത് അപ്പം എങ്ങനെ വേണമെങ്കിലും വർദ്ധിപ്പിച്ചെടുക്കാമെന്ന് ജനത്തിൻ്റെ ഉള്ളിലേക്കൊരു ബോധ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നമ്മൾ മന്നായെക്കുറിച്ച് പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. ഈ മന്ന എന്ന് പറയുന്നത് കുർബാനയുടെ ഒരു പ്രതീകമായിട്ട് ആത്മീയപിതാക്കന്മാരെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. മന്നായുടെ രുചി എന്താണെന്നറിയാമോ? മന്നായുടെ രുചി തേനിൻ്റെ രുചിയാണ്. അപ്പോൾ എന്താണ്? ഇസ്രായേൽക്കാർ യാത്ര ചെയ്തു പോകുന്നത് എങ്ങോട്ടാണ്? കാനാൻ നാട്ടിലേക്ക്. അവിടെ പാലും തേനും ഒഴുകുന്ന, അല്ലെങ്കിൽ തേനും പാലും ഒഴുകുന്ന കാനാൻ നാട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ആനന്ദത്തിൻ്റെ ഒരു മുന്നാസ്വാദനമാണ് മന്ന കഴിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത്. നമ്മൾ സ്വർഗീയ കാനാനിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഈ കുർബാനയുടെ അനുഭവം, അതായത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തോടും മാലാഖമാരോടും ചേർന്ന് കഴിയുമ്പോൾ കിട്ടുന്ന ആനന്ദത്തിൻ്റെ ഒരു പ്രീ ടേസ്റ്റ്, ഒരു മുന്നാസ്വാദനം ഇവിടെ വെച്ച് കിട്ടുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയാമോ? ഇത് വഴിയിൽ നമ്മൾ തളർന്നു വീഴരുത്. അതുകൊണ്ടാണ് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിൽ ഏലിയ പ്രവാചകൻ്റെ സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ജെസബേൽ രാജ്ഞി ഭീഷണിപ്പെടുത്തി ഏലിയ പ്രവാചകൻ അവിടെ നിന്നും ഒളിച്ചോടുകയാണ്. ഒരു സഹായിയായിട്ട് ഒരു വേലക്കാരനുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ മാറി. അവസാനം ഒരു വാടാമുൾച്ചെടിയുടെ ചുവട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ തട്ടി ഉണർത്തി പറഞ്ഞ്, എഴുന്നേറ്റ് ഭക്ഷിക്കുക.
എഴുന്നേറ്റ് കഴിച്ച് നമ്മുടെ സ്വഭാവം വീണ്ടും കിടന്നുറങ്ങി. അപ്പോൾ ദൂതൻ, 7-ാമത്തെ വാക്യം, കർത്താവിൻ്റെ ദൂതൻ വീണ്ടും അവനെ തട്ടി ഉണർത്തി പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും. സ്വർഗത്തിലേക്കുള്ള യാത്ര, ഈ ഭൂമിയിലെ യാത്ര, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദുഷ്കരമായി മാറാതിരിക്കണമെങ്കിൽ നമ്മൾ ആ സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ അപ്പം ഭക്ഷിക്കണം. അതുകൊണ്ടാണ് 8-ാമത്തെ വാക്യം, അവൻ എഴുന്നേറ്റ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അതിൻ്റെ ശക്തി കൊണ്ട് 40 രാവും 40 പകലും നടന്ന് കർത്താവിൻ്റെ മലയായ ഹൊറേബിൽ അവൻ എത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈശോ നമുക്ക് വേണ്ടി പരിശുദ്ധ കുർബാന ഒരുക്കിയത് നമ്മുടെ ജീവിതയാത്രയിൽ നാം പാപം ചെയ്യാതെ ജീവിക്കുന്നതിന്, അല്ലെങ്കിൽ തളരാതെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധാത്മാക്കളുടെയൊക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ അവരൊക്കെ, സിയന്നായിലെ വിശുദ്ധ കാതറീനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ പിന്നെ ഭക്ഷണം ആവശ്യമില്ലായിരുന്നു. പിന്നെ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അത് വയറ്റിൽ അസ്വസ്ഥത സൃഷ്ടിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ, വിശുദ്ധ ലിഡ്വീന, ഇവരൊക്കെ കുർബാന മാത്രം കഴിച്ച് ജീവിച്ചവരാണ്. അനേക നാളുകൾ പോർച്ചുഗലിലെ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ജീവിച്ച 1-2 മിസ്റ്റിക്കുകളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. അലക്സാണ്ട്രീന ദെ കോസ്റ്റ എന്ന് പറയുന്ന 1955 മരിച്ചത്. അവസാനത്തെ 3 വർഷം എന്താണെന്നറിയാമോ? കുർബാന മാത്രം കഴിച്ചാണ് അവർ ജീവിച്ചിരുന്നത്. ഏതോ ഒരാൾ ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ ജനലിലൂടെ എടുത്തു ചാടി അവസാനം തളർന്നു കിടക്കുകയായിരുന്നു. പക്ഷെ കുർബാന മാത്രം ഭക്ഷിച്ചുകൊണ്ട് ജീവിച്ചു. 1962 ഈ കാലഘട്ടങ്ങളിൽ മരിച്ച ജർമ്മനിയിലുള്ള ഒരു തെരേസ ന്യൂമാൻ ഉണ്ട്. അവസാനം 1926 മുതൽ, ചരിത്രം പറയുന്നത് 1926 മുതൽ 1962 വരെ 36 വർഷം കുർബാന മാത്രം ഭക്ഷിച്ചാണ് ജീവിച്ചത്. ഭക്ഷണമോ വെള്ളം പോലും കുടിക്കുകയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സ്വീകരിച്ച ദിവ്യകാരുണ്യം ശരീരത്തിൽ നിലനിന്നിരുന്നുവെന്നുള്ളത് ചില പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി എന്തിനാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത്? ലിറ്റിൽ ഫ്ലവർ ഫെലോഷിപ്പ് കൂട്ടായ്മയിലെ കട്ടപ്പനയിലുള്ള നിമിൽ എന്ന കുട്ടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ തളർന്നു കിടക്കുകയായിരുന്നു. മറ്റ് ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ ദിവ്യകാരുണ്യം മാത്രം. അവിടുത്തെ വികാരിയച്ഛൻ അവളോട് അനുകമ്പ തോന്നി. എല്ലാ ദിവസവും, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ഒരു 6-7 മാസം പരിശുദ്ധ കുർബാന മാത്രം ജീവിച്ച് കഴിച്ച ഒരു പെൺകുട്ടിയാണ്. ഈ അപ്പം ഭക്ഷിക്കുന്നവർ ഒരിക്കലും മരിക്കുകയില്ല. അതൊരു പക്ഷേ ആത്മീയ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്, എങ്കിൽ പോലും അത് നമ്മൾ ഓർമ്മിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് ഇത് പറയുന്നത്, നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ നാം സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന നമുക്ക് യാത്രാഭക്ഷണമാണ്, പാഥേയമാണ്. പാഥേയം എന്ന് പറഞ്ഞാൽ വഴിച്ചോറ്, പാലകൻ്റെ പാഥേയം ഈ ദിവസങ്ങളിൽ നമ്മൾ പങ്കെടുക്കുന്ന ഒരു ആത്മീയ ശുശ്രൂഷയാണല്ലോ. അത് തിരുപ്പാഥേയമാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു ആത്മീയ ബോധ്യം ഞാൻ നിങ്ങൾക്ക് തരാം. അത് പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ്യരുടെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 50-ാമത്തെ വാക്യം എന്താണെന്നറിയാമോ? 50-ാമത്തെ വാക്യം ഇതാ, 50 മുതലുള്ള വാക്യങ്ങളിലാണ്. ഒരു രഹസ്യം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന കാര്യം ഇതാണ്. 53-ാമത്തെ വാക്യം, നശ്വരമായത് അനശ്വരവും മർത്യമായത് അമർത്യവും ആകേണ്ടിയിരിക്കുന്നു. നശ്വരം എന്നാൽ നശിച്ചു പോകുന്നത്, അത് നശിക്കാത്ത ഒന്നായിട്ട് മാറും. മർത്യം എന്ന് പറഞ്ഞാൽ മരിക്കുന്നത്, അമർത്യം മരിക്കാത്തത്. ഇത് 2-ാം ആഗമനത്തിൽ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. 2-ാം ആഗമനത്തിൽ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പരിഹരിച്ച് ഈശോ സ്വർഗത്തിലേക്ക് നമ്മെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? ഈ ജീവിതത്തിൽ വെച്ച് തന്നെ കുർബാനയുടെ സമയത്ത് നമുക്ക് ഈ ഒരു അനുഭവം കിട്ടുമെന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് മലങ്കര കുർബാനയിൽ എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ഒരു അനാഫറാക്കകത്തുണ്ട്, ഈ ഭൂമിയിൽ കർത്താവെ നിന്റെ തിരുശരീരങ്ങൾ സ്വീകരിച്ചതിനാൽ കടങ്ങളും പാപങ്ങളും നീ ക്ഷമിക്കുമല്ലോ എന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ പരേതരെ കരുണയോടെ കടാക്ഷിക്കണമേ, എന്തെന്നാൽ നിന്റെ ഏകപുത്രൻ്റെ തിരുശരീരവും തിരുരക്തവും അവരുടെ അവയവങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, ഓരോ കുർബാനയിലും, ഇത് വെറും വൈകാരികമായിട്ട് നമ്മൾ കാണരുത്, ഓരോ കുർബാനയിലും എന്താണ്? നശ്വരമായത് അനശ്വരവും മർത്യമായത് അമർത്യവുമാകുന്നുണ്ട്. നാം കുർബാന സ്വീകരിക്കുമ്പോൾ അത് വൈകാരികമായൊരു അനുഭവമല്ല, നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല ആത്മാവിലേക്ക് ഒരു ശക്തി നിറയുകയാണ്. ഈ ജീവിതയാത്രയിൽ പാപം ചെയ്യാതെ, കോപിക്കാതെ, പ്രതികാര ചിന്തയില്ലാതെ, അശ്ലീല ചിത്രങ്ങൾ കാണാനുള്ള പ്രലോഭനങ്ങളെ അതിജീവിക്കണമെങ്കിൽ, ഒക്കെ പ്രാർത്ഥിച്ച് ജീവിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈ ദിവ്യകാരുണ്യമുണ്ടാകണം.
അതുകൊണ്ടാണ് മലങ്കര കുർബാനയ്ക്കകത്തെ സമാപന ആശീർവാദത്തിൽ സഹോദരങ്ങളും വാത്സല്യഭാജനങ്ങളുമേ, കർത്താവിൻ്റെ പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ പോകുവിൻ. നോക്കൂ, യാത്രാഭക്ഷണമെന്ന ആ ഒരു പ്രയോഗം തന്നെ എവിടെയുണ്ട്? സിറോ മലബാർ സഭയിലെ കുർബാനയിൽ സമാപന ഗാനത്തിൻ്റെ അകത്ത് നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകി അനുഗ്രഹമരുളട്ടെ ദൈവം കരുണയുടെ നിന്നും. അച്ഛൻ ഈണത്തിൽ പാടുമ്പോൾ നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യമായ ദാനങ്ങൾ ഓരോ ദിവസവും തരികയാണ്. ബോധ്യത്തോടു കൂടി പങ്കുചേരണം പ്രിയപ്പെട്ടവരെ. പക്ഷേ ഈ കുർബാനയുടെ മഹത്വം ഞാനും നിങ്ങളും പലപ്പോഴും മറക്കുകയാണ്. ഈശോയ്ക്കത് സങ്കടമാണ്. വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഫൗസ്റ്റിന സിസ്റ്ററിനോട് ഒരു ദർശനത്തിൽ ഈശോ പറയുന്നുണ്ട്, ദേ ട്രീറ്റ് മീ ആസ് എ ഡെഡ് ഒബ്ജക്റ്റ്. കുർബാന ഡെഡ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മരിച്ച, ജീവനില്ലാത്ത, അചേതനമായ ഏതോ ഒരു വസ്തുവായിട്ടാണ് നിങ്ങളിൽ പലരും സ്വീകരിക്കുന്നത്. ഞാൻ എന്നാണ് ഈ ഫൗസ്റ്റിന സിസ്റ്ററിനോട് പറഞ്ഞത്. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണെന്നുള്ള ബോധ്യം വിശ്വാസത്തിലും വിശുദ്ധിയിലും നിലനിൽക്കണമെങ്കിൽ, വഴിയിൽ തളർന്ന് വീഴാതിരിക്കണമെങ്കിൽ, പാപം ചെയ്യാതെ ജീവിക്കണമെങ്കിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. എന്നെ കേൾക്കുന്ന അച്ഛന്മാരെ, എന്നെ കേൾക്കുന്ന സിസ്റ്റർമാരെ, നമ്മുടെ സമർപ്പിത ജീവിതത്തിൽ ആനന്ദത്തോടെ അത് പൂർത്തിയാക്കണമെങ്കിൽ, ആ ജീവിതം ആഘോഷിക്കണമെങ്കിൽ കുർബാന എന്നും നമ്മൾ ആഘോഷിക്കണം. ദമ്പതികളെ ദാമ്പത്യ ജീവിതം ആഘോഷിക്കണമെങ്കിൽ നിങ്ങൾ കുർബാന ആഘോഷിക്കണം. ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ നിറയട്ടെ. കർത്താവേ, വചനം കേൾക്കുന്ന എല്ലാ മക്കളിലേക്കും നാളെ പരിശുദ്ധ കുർബാനയുടെ സമയത്ത്, പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് ഇത് യാത്രാഭക്ഷണമാണെന്നുള്ള ഓർമ്മ എല്ലാവരുടെ മനസ്സിലേക്ക് നിറയട്ടെ. ഈ മർത്യമായ ശരീരം അമർത്യമായി മാറണമെങ്കിൽ, പാപം ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ, വഴിയിൽ തളർന്ന് വീഴാതിരിക്കണമെങ്കിൽ, സ്വർഗീയ യാത്ര സുഗമമായിട്ട് പൂർത്തീകരിക്കണമെങ്കിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. കർത്താവേ, അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട്, പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ നിറയുന്ന പരിശുദ്ധ രക്തം കൊണ്ട് ഈ മക്കളെ എല്ലാം മുദ്ര ചെയ്യുന്നു. കർത്താവെ, അവരെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ, എല്ലാ സംരക്ഷണവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും പ്രത്യേക സംരക്ഷണവും നമ്മളെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.